വർഷങ്ങൾക്കു ശേഷം ആലിപ്പറമ്പിലെ മണ്ണിലൂടെ അഞ്ചലോട്ടക്കാരൻ കത്തുകളുമായി മേൽവിലാസക്കാരനെ തേടി ഓടി. LPS ആലിപ്പറമ്പിലെ 4ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് അഞ്ചലോട്ടക്കാരൻ പുനരാവിഷ്കരിക്കപ്പെട്ടത്. ആരോ മണിയടിക്കുന്ന ശബ്ദം. അഞ്ചലോട്ടക്കാരൻ. കയ്യിൽ അഞ്ചൽ കുന്തവുമായി വന്യമൃഗങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അയാൾ അടുത്ത മേൽവിലാസക്കാരനെ തേടി. അധ്യാപകൻ ആൽബിൻ കെ ജോർജിന്റെ നേതൃത്വത്തിൽ കുട്ടികളും അധ്യാപകരും അറിവിന്റെ നേർക്കാഴ്ചകൾ കുട്ടികളിൽ എത്തിക്കാനായി അഞ്ചൽപ്പെട്ടി സജ്ജീകരിക്കുകയും കുട്ടികൾ തന്നെ വേഷമിട്ട അഞ്ചലോട്ടക്കാരന്റെ ഡോക്യുമെന്ററി ചിത്രീകരണം നടത്തുകയും ചെയ്തു. തപാൽ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായ അഞ്ചലോട്ടക്കാരൻ വീണ്ടും അവതരിച്ചത് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയ കൗതുകമായി. നേരനുഭവങ്ങളിലൂടെ വാഹനമില്ലാത്ത കാലത്തെ തപാൽ സംവിധാനത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. കുട്ടികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നൽകുകയും അവരെ അതിൽ ഭാഗവാക്കാക്കുകയും ചെയ്യുന്നതിലൂടെ അറിവും അനുഭവവും ആസ്വാദകരമായി കുട്ടികളിലേക്ക് എത്തിക്കാനാകുന്നുവെന്നും ഇത്തരം അനുഭവങ്ങളിലൂടെ പഠനം ഇനിയും കുട്ടികൾക്കായി ഒരുക്കുമെന്നും പ്രധാന അധ്യാപിക VP ശ്രീദേവിക്കുട്ടി പറഞ്ഞു. പാഠഭാഗം വിനിമയം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത്തരം മികവാർന്ന പാഠാനുഭവങ്ങൾ കുട്ടികൾക്കായി ഒരുക്കാനായതിന്റെ സന്തോഷം ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആൽബിൻ പങ്കുവച്ചു. PT ഹനീഫ, ഹബീബ, ഷെഫീഖ, ബൽക്കീസ്, വിദ്യാർത്ഥികളായ സുർജോട്ട് അലി, ഫാത്തിമ നഫീഹ, മുഹമ്മദ് ഫിസാൻ, ഫാത്തിമ ഫായിസ, മുഹമ്മദ് ഷഹബാസ് എന്നിവരും ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. 4ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് അഞ്ചലോട്ടക്കാരനെ കുറിച്ച് പഠിക്കാനുണ്ട്. അഞ്ചലോട്ടക്കാരനെ പുനരവതരിപ്പിച്ചതിലൂടെ വാഹനമില്ലാത്ത കാലത്തെ തപാൽ സംവിധാനത്തെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആൽബി മാഷിനും മറ്റു അധ്യാപകർക്കും കൊച്ചു കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. CCN പെരിന്തൽമണ്ണ.